എന്തായാലും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോറി എന്താ ഞാൻ അത് കഴിഞ്ഞിട്ട് പോകണുള്ളൂ തീർച്ചയായിട്ടും. കാരണം എനിക്ക് എന്റെ പ്രയോറിറ്റി മുൻഗണന പറഞ്ഞത് ഇത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള മക്കളൊക്കെ അത് ഞാൻ സാന്ദ്രമായി പറഞ്ഞു പോവാണ്. ഏതായാലും ഈ ഒരു ഡിലേ വന്ന സോറി. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ഹോം മീറ്റിംഗ്സ്. ഇപ്പൊ നമുക്കറിയാൻ പറ്റും, സാറേ എന്റെ വീട്ടിൽ വേണ്ട, സാറേ അവിടെ വേണ്ട, ഇവിടെ വേണ്ട പറയും. പക്ഷെ മനസ്സിലാക്കിയ ഒരു വ്യക്തി ഈ ബിസിനസ് വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഹോം മീറ്റിംഗ് വെച്ചിരിക്കണം. അതെന്തിനാ, ആ വീട്ടിലെ വ്യക്തികൾ വരാനോ അയൽവാസി വരാനല്ല. ഒരുപാട് റഡാറുകളുണ്ട്, നമ്മളിങ്ങനെ നോക്കിക്കാണും റഡാറുകൾ. ഈ റഡാറുകൾക്ക് ഒരു ഇൻഫർമേഷൻ ആണ് ഒരു എന്താ ഹോം മീറ്റിംഗ് നടത്തുന്നത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ എക്സാമ്പിൾ വിജയൻ സാറും ഭാര്യയും ഒരു വർക്കിന് പോയി ഒരു 12 മണിക്കാണ് വീട്ടിൽ കയറി വരുന്നത്. അപ്പൊ അയൽവാസി ഇങ്ങനെ നോക്കുകയാണ്, അയൽവാസി ഇപ്പൊ മൂത്രയ്ക്കാണ് എണീറ്റത്. അപ്പോഴേക്കാണ് ഇവര് ഒരു വണ്ടിമ വന്നിങ്ങനെ ഇറങ്ങുന്നത്. അപ്പൊ ഇവരിങ്ങനെ ചിന്തിക്കും, എവിടെ നട്ടപ്പാർക്ക് ഇവര് വരുന്നത്, ആ ചിന്താതി സ്വാഭാവികം ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇത്രയും ആളുകൾ മൊത്തം വിളിച്ചിട്ട് ഒരു ഹോം മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്താണ് ചെയ്യുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയാണ് ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങളൊക്കെ ഇവരെ ബോധ്യപ്പെടുത്താൻ തന്നെയെങ്കിലും എന്ത് ചെയ്യാം, നമ്മൾ നിർബന്ധമായി എല്ലാവരുടെ വീട്ടിലും ഒരു ഹോം മീറ്റിംഗ് നിർബന്ധമായും വെച്ചിരിക്കണം. അത് ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ അത് അല്ലാതെ ഒരു മടിയുള്ള കാര്യമാണ് ഹോം മീറ്റിംഗ് വെക്കുക എന്നുള്ളത്. വിജയൻ സാറെ മൈക്ക് മുട്ടാക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് ഇത്ര ഓരോരോ മീറ്റിങ്ങുകളും നമുക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഓരോന്നും വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ്. അപ്പൊ എന്ത് ചെയ്യാ, നിർബന്ധമായിട്ട് ഒരു ഹോം ഷോ ഒരു ഹോം മീറ്റിംഗ് വെക്കുക എന്നുള്ളത് അതിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. മാത്രമല്ല ചിലപ്പോ ഒരു വ്യക്തി ഒരു വീട്ടിലെ ഒരു മോനോ അല്ലെങ്കിൽ മോളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വ്യക്തി അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഉപ്പാക്കോ ഉമ്മാക്കോ അച്ഛനോ അമ്മക്കോ ഇത് എന്താ അവർ ചെയ്യുന്നത് ഒരിക്കലും അറിയില്ല. അപ്പൊ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യാ, ഒരു പ്രോഗ്രാം അവിടെ ഒരു വീട്ടിൽ നമ്മൾ നിർബന്ധമായി വെച്ചിരിക്കണം. അത് നിർബന്ധമാണ്. അവർ ഇന്നോട് പറഞ്ഞാൽ നിങ്ങൾ നിർബന്ധിച്ച് വെച്ചിട്ട് ഇതെന്താണെന്ന് കാണിച്ചു കൊടുക്കുന്ന നിർബന്ധമാണ്. അത് പ്രധാന ഘടകമാണ് ഈ ബിസിനസ്സിൽ. ഇവിടെ ഒളിഞ്ഞും തെളിഞ്ഞൊന്നും ഈ ബിസിനസ് ഒരിക്കലും ചെയ്യാൻ പറ്റൂല, അത് ഒരിക്കലും സാധിക്കൂല. അപ്പൊ എന്ത് ചെയ്യാ, ഒരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായ ഒരു ഹോം മീറ്റിംഗ്, 1-2 ഹോം മീറ്റിംഗ് നിർബന്ധമായി വെക്കുക. 2-3 വെക്കാം. കാരണം ചിലപ്പം ഒരു സമയത്ത് വിളിച്ച വ്യക്തികൾ ആ ദിവസം വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അവർക്ക് വീണ്ടും ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു മീറ്റിംഗ് കൂടി വെച്ചിട്ട് അങ്ങനെ അത്തരത്തില് ഇത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് പോകാൻ നമുക്ക് പറ്റണം. അങ്ങനെ ഓരോ മീറ്റിംഗ്സും അതുപോലെ തന്നെ എന്തൊക്കെ പ്രോഗ്രാമുകൾ അതൊക്കെ കൃത്യമായി നമ്മൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. ഒരിക്കലും എന്താ പറയാ, അത് ചെയ്യാതെ എന്ത് ചെയ്യാ, നമുക്ക് ഒരു മാറ്റം ഉണ്ടാകും. അത് മാത്രം ചിന്തിച്ചു നോക്കുക, ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, ഒരു മതസംഘടന ആയിട്ട് ഇവർക്കൊക്കെ മീറ്റിംഗ്സ് ഉണ്ട്. അതായത് ഒരേ ചിന്തയിൽ ഒരേ ദിശയിൽ ചിന്തിക്കുന്ന കുറച്ച് ആളുകൾ കൂട്ടായ്മ എല്ലാ ആഴ്ചയിൽ കൂടുന്നത് എല്ലാ ഭാഗത്തും ഉണ്ട്. അത് ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ, അവിടെയൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൂടേണ്ടത്. അങ്ങനെ നമ്മൾ കൂടുന്നതും അവിടെയാണ് നമുക്ക് വിജയങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ചാർജിങ് സ്റ്റേജിൽ നമ്മൾ വന്നു പോകുന്നത്. അതുപോലെ പിന്നെ അത് മാത്രല്ല, ഒരേ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന ആളുകൾ കൂട്ടായ്മക്ക് അതായത് സർവക്ഷേത്രത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേക ഒരു മോണിറ്ററിംഗ് ഉണ്ടാകുക. അതായത് എന്താ പറയാ, അതിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു വീട്ടമ്മ വരുന്നു. ഒരു വീട്ടമ്മ ഒരു മീറ്റിംഗ് വരുന്ന സമയത്ത് അപ്പൊ വേറെ വീട്ടമ്മ സംസാരിക്കുമ്പോ അത് കുഴപ്പമില്ലല്ലോ, അവർക്ക് ചെയ്യാം എനിക്ക് ചെയ്യാലോ, ഇങ്ങനെ ആ ചിന്താഗതി വരും. പല ആൾക്കും തന്നോ ഇതൊക്കെ ചെയ്യാനും പറയാനൊരു മടിയായി. ഓക്കെ, നമുക്ക് ഒരിക്കലും ഓക്കെ അല്ലേ ഇപ്പൊ? ഹലോ ജയ സാർ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് ചോദിച്ചാല് നമ്മള് എല്ലാം ഭംഗിയായിട്ട് വ്യക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ ചെയ്താൽ നമുക്ക് ഒരുപാട് സക്സസ് ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. അത് നമുക്കൊരു ഗുണം ചെയ്യും. അപ്പൊ അതുപോലെ RTP ആയിക്കോട്ടെ, മറ്റേ എന്തൊക്കെ അത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഇത് ലീഡേഴ്സിന് വേണ്ടി ഒരു പ്രോഗ്രാം അല്ല, അല്ലെങ്കിൽ ലീഡേഴ്സ് ഷോ ചെയ്യാനുള്ള പ്രോഗ്രാം അല്ല. മോണിറ്റർ ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകണം. ഒരു ഫാസ്റ്റ് ട്രാക്കർ എന്തെങ്കിലും ആയ ഒരു വ്യക്തിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറണം. അപ്പൊ നിങ്ങൾ ഈ GTSനും BOPക്ക് വരുന്ന സമയത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നിങ്ങൾ ഒരു ഡയറി പെൻ മസ്റ്റ് ആയിട്ട് കൊണ്ടുവരണം. ഒരു വെറും കൊയ്യടെ വരരുത്. 2 കാര്യങ്ങൾ ഇതുകൊണ്ട്. 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളെ കൂടെ വന്ന പുതിയ വ്യക്തിക്ക് ഇയാൾ സീരിയസ് ആണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും.
രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഈ പുതിയ പുതിയ അറിവുകളല്ലേ, അതൊക്കെ നോട്ട് ചെയ്ത് നാളെ നൂറുകണക്കിന് ആളുകളെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ എല്ലാം എഴുതിയും മനസ്സിലാക്കിയും മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ സക്സസ് ഉണ്ടാവും. ഇപ്പൊ ഞാനൊക്കെ യൂസ് ചെയ്തപ്പോ എന്റെ 4ാമത്തെ ഡയറിയാണ്. ഈ 4ാമത്തെ ഡയറി 4 ഡയറിയിലും എന്റെ പ്രധാനപ്പെട്ട ഞാൻ പങ്കെടുത്ത എല്ലാ മീറ്റിംഗിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ എല്ലാവരും മാറിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ സക്സസ് ഉണ്ടാവും. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട്, അത് മാത്രല്ല സക്സസ് എന്നാൽ ഒരു സുപ്രഭാതം പെട്ടുവരുന്ന സംഭവമല്ല, അത് ചെയ്ത് ഉണ്ടാവേണ്ട സംഗതിയാണ്. അത് നമുക്ക് 2,16,000 കിട്ടുന്ന അതിന്റെ കോട്ടി നിങ്ങൾക്ക് ഉണ്ടോന്ന് ആര് നോക്കും? നമ്മളെ മോണിറ്റർ ചെയ്യുന്ന സർവശക്തൻ നോക്കും. അപ്പൊ 1000 കിട്ടണമെങ്കിൽ അതിന് കോട്ടിങ് ഉണ്ടായി, 2000 കിട്ടണമെങ്കിൽ 2000 കോട്ടിങ് ഒക്കെ ഉണ്ട്, 3000 കിട്ടിയിട്ട് 3000 കോട്ടിങ് ഒക്കെ ഉണ്ട്, 5000 കിട്ടിയിട്ടുണ്ടെങ്കിൽ 5000 കോട്ടിങ് ഒക്കെ ഉണ്ട്, 10,000 കിട്ടുമ്പോൾ 10 കോട്ടിങ് ഉണ്ടായിട്ടുണ്ടാവും. ക്വാളിറ്റി ഇല്ലാതെ എന്ത് തരില്ല, അവിടെ ആരും ഒന്നും തരില്ല. അത് നിങ്ങൾ ശരിയായി മനസ്സിലാക്കുക. നിങ്ങൾ 500 കിട്ടുന്ന 500 കോട്ടിങ് ഒക്കെ ഉണ്ട്. അപ്പൊ 2,16,000 കിട്ടുന്ന അതിനുള്ള ക്വാളിറ്റിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, അപ്പൊ അതിനുള്ള വേദികളാണ് ഇത്തരം പ്രോഗ്രാമുകൾ. നിങ്ങൾ ശരിയായി മനസ്സിലാക്കുക. ഇതിലൂടെ നമുക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവും 100%. സിസ്റ്റത്തെ മുറുകെ പിടിക്കുക. അപ്ലൈനെ എഡിഫൈ ചെയ്യുക. പല ആൾക്കും മടിയാണ് എന്ത് എഡിഫൈ ചെയ്യാൻ. എഡിഫിക്കേഷൻ പ്രധാന ഘടകമാണ്. നിങ്ങൾക്ക് വേറെ എവിടെ നിന്ന് കിട്ടും ഇത്ര എഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ? ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, 100% ഉറപ്പാണ്. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബിസിനസ്സിലും ജീവിതത്തിലും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ എനിക്ക് ഈ അവസരത്തിൽ എന്റെ എല്ലാ ലീഡേഴ്സിനോട്, പ്രത്യേകിച്ച് നമ്മുടെ മനോജ് സാർ, ലതാ മാഡം, അതുപോലെ എന്റെ അപ്ലയൻസ് ആയിട്ടുള്ള നിഷാ സാർ, ആയിഷ മാഡം, നജീബ് സാർ തുടങ്ങിയ എന്റെ എല്ലാ പാർട്ട്നേഴ്സും, എന്റെ എല്ലാ ഔലൈൻസിനും, എന്നെ ഈ ബിസിനസ്സിൽ മോട്ടിവേറ്റ് ചെയ്തില്ല എന്റെ എല്ലാ ലീഡേഴ്സിനും ഞാൻ ഈ അവസരം നന്ദി അറിയിക്കുകയാണ്. കൂടുതലൊന്നും ഇന്ന് പറയാം. അടുത്തൊരു സെഷനിൽ നമുക്ക് വളരെ വിശദമായിട്ട് അടുത്തൊരു പോയിന്റുമായിട്ട് നമുക്ക് വരുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഇനിയും പല പല ആളുകളും ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ വളരെ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. തീർച്ചയായും നമ്മളൊരു മാതൃകയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തായാലും ഇന്ന് സെഷൻ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്. എല്ലാവർക്കും ഈ ജീവിതത്തിൽ ബിസിനസ് വലിയ വിജയങ്ങൾ ആശംസിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.